വീഡിയോ എഡിറ്റിംഗ് എനിക്ക് പറ്റിയ പരിപാടിയല്ല. ഇത് 7 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമോ? സിമ്പിളാണ് വീഡിയോ എഡിറ്റിംഗ്. ഹായ് എവരിവൺ, വെൽക്കം ടു എജുഫിക്സ് അക്കാഡമി. ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് റസൽ ഫർഹാൻ. നമ്മുടെ എജുഫിക്സ് അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ ഓൺലൈൻ ആയിക്കൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ കുറഞ്ഞ ഫീസിൽ സ്മാർട്ട് ഫോൺ പോസ്റ്റർ ഡിസൈനിങ്, അതുപോലെ സ്മാർട്ട് ഫോൺ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ നമ്മുടെ കോഴ്സുകളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടോ? അതെ എന്നുള്ള ഉത്തരമായിക്കൊണ്ടാണ് നിങ്ങൾ ഇന്ന് നമ്മുടെ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഈ ഒരു വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളൊരു കൊറോണക്ക് മുമ്പുള്ള സമയത്തേക്ക് നമ്മൾ നോക്കിയാൽ നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചൊന്നും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ വീഡിയോസിനെ കുറിച്ചൊന്നും ചിന്തിക്കാത്തൊരു സമയമുണ്ടായിരുന്നു. അഥവാ കൊറോണയോട് കൂടെ ഒരുപാട് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്നു, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് വന്നു. അത്തരത്തിൽ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഇടാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ പോലും വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് ലേറ്റാണ്. ഇപ്പോഴാണ് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്. മുമ്പ് ചിന്തിച്ച ആളുകളൊക്കെ ഇന്ന് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സായും ഇൻസ്റ്റഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സായും അതുതരത്തിൽ പല വീഡിയോ എഡിറ്റിംഗ് പഠിച്ചതുകൊണ്ട് പല മേഖലകളിലേക്കും അവരെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലേറ്റായി എന്നല്ല, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്കില്ലാണ് നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെബിനാർ പ്രധാനമായിട്ടും 5 പാർട്ടാക്കി തിരിക്കുകയാണ്. അഥവാ നമ്മളെല്ലാവരും വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമുക്ക് വേണ്ട 5 പാർട്ടാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു വെബിനാറിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഒന്നാമത്തത് എന്ന് പറയുന്നത് പോസിബിലിറ്റീസ് ഓഫ് വീഡിയോ എഡിറ്റിംഗ്. അതായത് നമ്മൾ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ്, അതുകൊണ്ടുള്ള ഉപകാരം എന്താണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് വാട്ട് ഈസ് വീഡിയോ എഡിറ്റിംഗ്. ഒരു വീഡിയോ എഡിറ്ററായി നമ്മൾ മാറാനുള്ള ആഗ്രഹം കൊണ്ട് വെബിനാറിലേക്ക് വരുമ്പോൾ എന്താണ് വീഡിയോ എഡിറ്റിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. മൂന്നാമതായിക്കൊണ്ട് വൈ സ്മാർട്ട് ഫോൺ വീഡിയോ എഡിറ്റിംഗ്, അഥവാ ബാക്കിയുള്ള വീഡിയോ എഡിറ്റിങ്ങിൽ നിന്ന് സ്മാർട്ട് ഫോൺ വീഡിയോ എഡിറ്റിംഗ് എങ്ങനെ വ്യത്യസ്തമായി ഇരിക്കുന്നു എന്നുള്ളത്. നാലാമത്തത് സ്മാർട്ട് ഫോൺ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ആണ്. അഥവാ സ്മാർട്ട് ഫോണിലൂടെ ആപ്ലിക്കേഷൻസ്, ഏതൊക്കെ ആപ്പ് യൂസ് ചെയ്താണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അഞ്ചാമത്തത് ഹൗ ടു ലേൺ വീഡിയോ എഡിറ്റിംഗ്. ഈ 5 പാർട്ടുകളാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു വെബിനാർ മുമ്പോട്ട് പോകുന്നത്. ആദ്യത്തെ പാർട്ട് പോസിബിലിറ്റീസ് ഓഫ് വീഡിയോ എഡിറ്റിംഗ് എന്നുള്ളതാണ്. അഥവാ നമ്മളിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചത് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരവധി വീഡിയോസ് കാണാം. കുറച്ച് മുമ്പ് വരെ, അതായത് കൊറോണ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് എത്തുന്ന സമയത്ത്, അഥവാ ഇൻസ്റ്റഗ്രാമൊക്കെ വന്നൊരു ടൈമിൽ, ആ ഒരു കൊറോണയുടെ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ നിരവധി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ഇന്നത് മാറി നമ്മുടെ ഓരോ മൊമെന്റുകളും, ഇപ്പൊ നമ്മുടെ ഒരു വീട്ടിലൊരു ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വെഡിങ് നടക്കുകയാണ്, ഏതൊക്കെ മൊമെന്റ് ഉണ്ടോ ആ മൊമെന്റ്സ് ഒക്കെ ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിക്കൊണ്ടാണ് ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് പഠിച്ചാൽ ഉപയോഗപ്പെടുന്ന, അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു സ്കില്ലാണ് വീഡിയോ എഡിറ്റിംഗ് എന്നുള്ളത്. എന്നാലും ഈ വീഡിയോ എഡിറ്റിംഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉപയോഗപ്പെടുന്ന, അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന 4 കാറ്റഗറി ആയിട്ടുള്ള ആളുകളുണ്ട്. 4 കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ വീഡിയോ എഡിറ്റിംഗ് എങ്ങനെ ഉപകാരപ്രദമാകും എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഥവാ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇന്ന് നിലവിലുണ്ട്. അവർക്ക് നിരവധി വീഡിയോ എഡിറ്റിംഗ് ചെയ്യേണ്ടതുണ്ടാകും. അതുപോലെ നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവാൻ നടക്കുന്ന ആളുകളുണ്ട്. ഇപ്പം നമ്മുടെ വെബിനാറിൽ പങ്കെടുക്കുന്ന പലരും നമ്മളിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്. ഇന്നിപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിരവധി പ്രസൻറ്റേഷന്, അതോടൊപ്പം തന്നെ വീഡിയോ പ്രസൻറ്റേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന്
ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വീഡിയോ എഡിറ്റിംഗ് പഠിക്കുക എന്നുള്ളത് അവർക്ക് അനിവാര്യമായൊരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള അവരുടെ കഴിവുകൾ വികസിപ്പിച്ച് നാലാൾ അതല്ലെങ്കിൽ ലോകത്തെ അറിയിക്കാൻ ഈ ഒരു സ്കില്ല്, വീഡിയോ എഡിറ്റിംഗ് സ്കില്ല് നമുക്ക് വളരെ അനിവാര്യമാണ്. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആൻഡ് കോച്ചസ്. അഥവാ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മളൊരു സ്കൂൾ ടീച്ചറാണ്, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു അറിവുണ്ട്. ഈ ഒരു അറിവ് നമ്മൾ പുറം ലോകത്തിന്, ഇപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സൊക്കെ ചെയ്യുന്ന പരിപാടി കണ്ടില്ലേ, അവർ ഡോക്ടറാണ്, അവരെന്താ ചെയ്യുന്നത്, അവരുടെ മരുന്നുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വീഡിയോസ് ആയിട്ട് നമുക്ക് അയച്ചു തരുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ കയ്യിലുള്ള ഒരു അറിവിനെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വീഡിയോ എഡിറ്റിംഗ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആകും. പണ്ടൊക്കെ നമ്മൾ ഓഫ്ലൈൻ ആയിക്കോട്ടെ, ഇപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ട്യൂഷൻ സെന്ററുകളിൽ പോകാറുണ്ടായിരുന്നു, ഇന്നും പോകാറുണ്ട്. പക്ഷെ ഇന്ന് ട്യൂഷൻ സെന്ററുകളെ ആശ്രയിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ, അതായത് ടീച്ചേഴ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ നമ്മൾ എന്താക്കാറുണ്ട്, ആശ്രയിക്കാറുണ്ട്. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കോഴ്സുകൾ തന്നെയുണ്ട്, 10ാം ക്ലാസ്സിൻ്റെ ഒക്കെ കോഴ്സുകൾ തന്നെയുണ്ട്, ഓൺലൈൻ ട്യൂഷൻ സെന്ററുകൾ തന്നെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ വളരെ അനിവാര്യമാണ് നമുക്ക് വീഡിയോ എഡിറ്റിംഗ് പഠിക്കുക എന്നുള്ളത്. അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് നിലവിൽ വീഡിയോ എഡിറ്റിംഗ് പഠിക്കൽ നിർബന്ധമായ ഒരു ടീമാണ് ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്കൊരു സ്വന്തമായിട്ടൊരു സംരംഭമുണ്ട്, അതല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ പണ്ടത്തെ പോലെ മൗത്ത് പബ്ലിസിറ്റി കാത്തിരുന്നാൽ കുറച്ച് ടൈം എടുക്കും. പകരം ഇന്നത്തെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിന് വേണ്ട കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ പ്രൊഡക്ട്സിന്റെ അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ പ്രൊമോഷൻസ് ചെയ്യാനൊക്കെ വീഡിയോ എഡിറ്റിംഗ് അനിവാര്യമാണ്. അത്തരത്തിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ, അത്തരത്തിൽ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല ലീഡ് കിട്ടാറുണ്ട്. ആ വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് കിട്ടാറുണ്ട്. ആ ഒരു ബിസിനസ്സിനെ ഗ്രോത്തിലേക്ക് എത്തിക്കാൻ ആ ഒരു വീഡിയോസിന് കഴിയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു നാലാമത്തെ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് നിർബന്ധമാണ് ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സ്കില്ല് പഠിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് വാട്ട് ഈസ് വീഡിയോ എഡിറ്റിംഗ്. നമ്മളിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചത് കൊണ്ട് നിരവധി പോസിബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടോ അതല്ലെങ്കിൽ അത് മനസ്സിലാക്കി വെച്ചത് കൊണ്ടോ കാര്യമില്ല. എന്താണ് വീഡിയോ എഡിറ്റിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീഡിയോ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യാനും ആ ഒരു വീഡിയോയിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കളയാനും അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് കളയാനും വേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് മെർജ് ചെയ്യാനുള്ള ക്രിയേറ്റിവിറ്റി നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ എഡിറ്റർ ആവാം. സിമ്പിളായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വീഡിയോ എഡിറ്റിംഗ്. എന്നാലും ബേസിക് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിങ്ങിനെ നമുക്കൊരു 7 പാർട്ടാക്കിയിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് നമ്മുടെ വീഡിയോസിനെ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഘടകമാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക, അതിലേക്ക് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗം ട്രിം ആൻഡ് കട്ട്, അതോടൊപ്പം തന്നെ മെർജിങ്. അതായത് നമുക്ക് വീഡിയോയിൽ അനാവശ്യമായി വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക, വേണ്ട ഭാഗങ്ങൾ ആഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, അതായത് കട്ട് ആൻഡ് ട്രിം. മൂന്നാമത്തെ നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസിഷൻസ് ആഡ് ചെയ്യുക. അഥവാ ഈ ഒരു ക്ലിപ്പ് നമ്മൾ വെച്ചു, അടുത്തൊരു ക്ലിപ്പ് കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഈ ഒരു ക്ലിപ്പിൽ നിന്ന് ഈ ഒരു ക്ലിപ്പിലേക്ക് വീഡിയോ ഫുട്ടേജ് മാറുന്ന സമയത്ത് ഇതിനിടയിൽ ഇത്തരത്തിലൊരു ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം. വളരെ സിമ്പിളാണ്. നമ്മുടെ വീഡിയോസിനെ വളരെ മനോഹരമായ രീതിയിൽ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ട്രാൻസിഷൻസ് ആഡ് ചെയ്യുക എന്ന് പറയുന്നത്. നാലാമത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിനെ മനോഹരമാക്കാൻ സഹായിക്കുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് മ്യൂസിക് ആൻഡ് സൗണ്ട് എഫക്ട്സ് ആഡിങ് ആണ്. അഥവാ നമ്മുടെ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇറക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ട്രാൻസിഷൻസ് വരുമ്പോൾ അതല്ലെങ്കിൽ ടെക്സ്റ്റ് എഫക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ നമുക്കൊരു സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാനുണ്ടാവും.
അത്തരത്തിലുള്ള മ്യൂസിക് ആൻഡ് സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് വീഡിയോ എഡിറ്റിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നാലാമത്തത്. ഇനി അഞ്ചാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആൻഡ് ഗ്രാഫിക്സ് ആഡിങ് ആണ്. അഥവാ നമ്മുടെ വീഡിയോസിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറുകൾ, അല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് അനിമേഷൻ കൊടുക്കേണ്ടതുണ്ടാവും ഇത്തരത്തിൽ. അപ്പോൾ അതിന് ആ ഒരു ടെക്സ്റ്റ് ആൻഡ് ഗ്രാഫിക്സ് ആഡിങ് എന്ന് പറയുന്നതാണ് സിമ്പിളായിട്ട് പറഞ്ഞ നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിന്റെ ബേസിക്കിൽ അഞ്ചാമത്തെ കാര്യം. ആറാമത്തത് വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ ഒരു ഔട്ട്ഡോർ വീഡിയോ ഷൂട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഇൻഡോർ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുങ്ങനെ ഒന്ന് ഗ്രേഡ് ചെയ്യാനുണ്ടാവും. കളർ ഗ്രേഡിങ് എന്ന് പറയും അഞ്ചാമത്തെ ടൂള്. അഥവാ നമ്മുടെ ബ്രൈറ്റ്നസിന്റെ അളവ് കുറച്ച് കൂട്ടുക, അതല്ലെങ്കിൽ കോൺട്രാസ്റ്റിന്റെ അളവ് കുറച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അത്തരത്തിൽ നമ്മുടെ വീഡിയോസിൽ വേണ്ട കളർ വേരിയേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ആറാമത്തെ ബേസിക് ആയിട്ടുള്ള കാര്യമാണിത്. ഇനി ഏഴാമത്തതും ഫൈനലുമായിട്ടുള്ള നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിന്റെ ബേസിക്കിലുള്ള ഏഴാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോ നമ്മുടെ സോഫ്റ്റ്വെയറിലാണ് ഉണ്ടാവുക. ആ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് നമ്മൾ നമ്മുടെ ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക ആൻഡ് ഷെയർ ഇറ്റ്. അത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏഴാമത്തെ കാര്യം. ഇത്രയേ ഉള്ളൂ വീഡിയോ എഡിറ്റിംഗ്. നമ്മൾ ഇത്രയും കാലം വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് വളരെ പ്രയാസമാണ്, വീഡിയോ എഡിറ്റിംഗ് എനിക്ക് പറ്റിയ പരിപാടിയല്ല, അതിന് കുറച്ചുകൂടെ മൈൻഡ് വേണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നിട്ടുണ്ട് എങ്കിൽ ഈ ഒരു 7 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമോ? സിമ്പിൾ ആണ് വീഡിയോ എഡിറ്റിംഗ്. അപ്പൊ നമ്മുടെ വെബിനാറിന്റെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് വൈ സ്മാർട്ട് ഫോൺ വീഡിയോ എഡിറ്റിംഗ്. അഥവാ നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിന്റെ പോസിബിലിറ്റീസ് പറഞ്ഞു, വീഡിയോ എഡിറ്റിംഗ് പഠിച്ചാലുള്ള ഉപയോഗങ്ങളും ഉപകാരങ്ങളും നമ്മൾ പറഞ്ഞു, പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് വീഡിയോ എഡിറ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്തുകൊണ്ട് നമ്മൾ സ്മാർട്ട് ഫോൺ വീഡിയോ എഡിറ്റിംഗ് ചൂസ് ചെയ്യുന്നു? ഇന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എവിടെയുമാവട്ടെ പലതരത്തിലുള്ള കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്ത വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ആ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് വളരെ മനോഹരമായ വീഡിയോസ് ആയിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ വിചാരിക്കും ഇതൊക്കെ ചെയ്യാൻ ഒരുപാട് ടാസ്ക് അല്ലേ എന്ന്. പക്ഷേ സ്മാർട്ട് ഫോൺ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ 99% നമുക്ക് എന്താക്കാൻ പറ്റും? സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ മനോഹരമായിക്കൊണ്ട് വളരെ മികച്ച ആപ്ലിക്കേഷൻസ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ PC-യിലൊക്കെ ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനേക്കാളും ചെലവ് നമുക്ക് കുറവാണ്. കാരണം നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നമ്മൾ ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ആപേക്ഷികമായി നോക്കുമ്പോൾ ചെലവ് കുറച്ച് കുറവാണ്. ഇത്രയേ ഉള്ളൂ സ്മാർട്ട് ഫോൺ വീഡിയോ എഡിറ്റിംഗ്. അതോടൊപ്പം തന്നെ ഈസി ടു യൂസ് ആണ്. നമ്മുടെ ബാക്കിയുള്ള കമ്പ്യൂട്ടറൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ ഇരുന്ന് തല കുത്തി മറിയേണ്ടി വരും. പക്ഷേ നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സിമ്പിളായിട്ട് ചെയ്യാം. അതാണ് ഈസി ടു യൂസ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ സ്മാർട്ട് ഫോൺ വീഡിയോ എഡിറ്റിംഗ് നമ്മൾ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം. ഇനി നമ്മുടെ വെബിനാറിന്റെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ സ്മാർട്ട് ഫോൺ വീഡിയോ എഡിറ്റിംഗ് എന്തുകൊണ്ടാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത്, അതിന് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് യൂസ്ഫുൾ ആവുക? മെയിനായിട്ട് നമ്മൾ ഒരുപാട് റിസർച്ച് നടത്തി മെയിനായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന 4 ആപ്ലിക്കേഷൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അഥവാ ഒന്നാമത്തത് ഇൻഷോട്ടാണ്. നിരവധി ആളുകൾ ഇൻഷോട്ട് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാറുണ്ട്. രണ്ടാമത്തത് എന്ന് പറയുമ്പോൾ കൈൻമാസ്റ്റർ നമുക്കൊക്കെ സുപരിചിതമായിരിക്കും. വളരെ സിമ്പിളായിട്ട് സ്റ്റാൻഡേർഡ് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ്. അഥവാ നമുക്ക് യൂട്യൂബ് വീഡിയോസ് കണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ആണ് കൈൻമാസ്റ്റർ. മൂന്നാമത്തത് വരുന്നത് VN ആണ്. കൈൻമാസ്റ്ററിന്റെ ഏകദേശം അതിന്റെ കുറച്ചൊരു എക്സ്ട്രീം ലെവൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. നാലാമത്തെ ആപ്ലിക്കേഷൻ CapCut ആണ്. CapCut എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള എഡിറ്റുകൾ അഥവാ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ CapCutൽ ചെയ്യാൻ വേണ്ടി പറ്റും. CapCut ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമുക്ക് VPN ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് CapCut യൂസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മുടെ ഫൈനൽ പാർട്ട് അഥവാ ഹൗ ടു ലേൺ വീഡിയോ എഡിറ്റിംഗ്. നമ്മൾ വീഡിയോ എഡിറ്റിങ്ങും സ്മാർട്ട് ഫോൺ വീഡിയോ എഡിറ്റിങ്ങും ഇതൊക്കെ എന്താണെന്നും പഠിച്ചാലുള്ള പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇനി ഹൗ ടു ലേൺ, നമുക്ക് എങ്ങനെ പഠിക്കാൻ കഴിയും? നമ്മളിപ്പോൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിരവധി കോഴ്സുകളല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
CapCut ഉപയോഗിച്ച് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം. അത്തരത്തിൽ പല ആപ്ലിക്കേഷൻസും ഉപയോഗിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ട്യൂട്ടോറിയൽസ് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിരവധി കോഴ്സുകൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും. കോഴ്സിൻ്റെ ഒക്കെ ഫീസ് നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റും, ചിലപ്പോൾ താങ്ങാൻ പറ്റി എന്ന് വരില്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു 500 അല്ലെങ്കിൽ 1000 എബോ ഒക്കെയാണ് കോഴ്സിന്റെ ഫീസ് വരാറുള്ളത്. ഇവിടെയാണ് നമ്മുടെ കോഴ്സ്, നമ്മുടെ 7 days വീഡിയോ എഡിറ്റിംഗ് ക്രാഷ് കോഴ്സ് ഉണ്ട്. ഈ ഒരു കോഴ്സ് നമ്മൾ യൂട്യൂബിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും അതല്ലെങ്കിൽ ബാക്കിയുള്ള കോഴ്സുകളെക്കാളും ഒക്കെ വ്യത്യസ്തമാണ്. അങ്ങനെ പറയാനുള്ള കാരണം, നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞ യൂട്യൂബിൽ നിന്ന് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ കണ്ട് നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആരോടും ചോദിക്കാൻ പറ്റൂല, നമുക്കൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവൂല. നമ്മൾ ആ വീഡിയോ കണ്ട ഒരു പറഞ്ഞ എന്താ, ഇനിയിപ്പോൾ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ച് അവരെപ്പോഴെങ്കിലൊക്കെ റിപ്ലൈ തരണം. പക്ഷെ നമ്മുടെ കോഴ്സിന്റെ ഒരു പ്രത്യേകത, നമുക്ക് 24/7 പേഴ്സണൽ ട്രെയിനർ സപ്പോർട്ട് ഉണ്ടാവും. എന്ത് സംശയവും ഏത് സമയത്തും നമുക്ക് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഡ്യൂറേഷനും ഫീസും ആണ്. വെറും 7 ദിവസം കൊണ്ടാണ് നമ്മൾ വീഡിയോ എഡിറ്റിംഗിൽ KineMaster, CapCut, VN, അലൈറ്റ് മോഷൻ ബേസിക്. അലൈറ്റ് മോഷൻ എന്ന് പറയുന്നത് നമ്മൾ കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആ ഒരു 4 ആപ്ലിക്കേഷനും നമ്മൾ പഠിപ്പിക്കുന്നത്. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിന്റെ ഫീ വരുന്നത് വെറും 149 രൂപയാണ്. 149 രൂപയാണ്. കോഴ്സ് പോരാ, പെർഫെക്റ്റ് ആവൂല എന്നൊക്കെ പലരും ചോദിക്കും. പലർക്കും അങ്ങനെ ഒരു മൈൻഡ് വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഒരു കോഴ്സിന് ഫീ വെക്കാനുള്ള കാരണം, ഇത്തരത്തിലുള്ളൊരു ഫീ വെക്കാനുള്ള കാരണം, നമ്മൾ ഏതൊരു സാധാരണക്കാരനെയും വീഡിയോ എഡിറ്റ് ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു കോഴ്സ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഒരു ബാച്ച് ഫ്രീ വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില് നമ്മൾ ഈ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് നടത്തിയ കോഴ്സ് ആയിരുന്നു. പക്ഷെ ഫ്രീ ആയതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, അതിൽ കൂടുതലായിട്ട് പഠിക്കാനോ അതല്ലെങ്കിൽ ഇതാക്കാനോ ശ്രമിക്കുന്നില്ല. വെറുതെ ഒരു ലിങ്ക് കാണുമ്പോൾ ക്ലാസ്സിന് കയറി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ കുറഞ്ഞൊരു ഫീസ് വെച്ചിട്ടുള്ളത്. ഏതൊരു സാധാരണക്കാരനും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു കുറച്ച് വീഡിയോസ് കണ്ടുവരാം. എൻ്റെ പേര് അതുല്യ. ഒരു വീഡിയോ നന്നായിട്ട് എഡിറ്റ് ചെയ്യുക എന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അതിനു വേണ്ടിയാണ് ഞാൻ എഡ്യൂഫിക്സ് അക്കാദമിയുടെ കോഴ്സിൽ അറ്റൻഡ് ചെയ്തത്. വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളായിരുന്നു. വളരെ വിശദമായി തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപയോഗിച്ച് വളരെ നന്നായിട്ട് നമുക്ക് വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് സൈനുദ്ദീൻ, ഒരു മദ്രസ ടീച്ചറാണ്. എഡ്യൂഫിക്സിൻ്റെ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് എന്തുകൊണ്ടും ഉപകാരപ്രദമാണ്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ വീഡിയോ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു എഡ്യൂക്കേഷനും എനിക്കില്ലായിരുന്നു. കുറഞ്ഞ ദിവസത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് ആ മേഖലയിൽ അത്യാവശ്യം ഒരു പ്രോയാവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് അവകാശപ്പെടാൻ കഴിയും. എൻ്റെ പേര് ഫൈസൽ മുസ്ലിയാർ, പട്ടാമ്പി വല്ലപ്പുഴയാണ്. ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു വീഡിയോ എഡിറ്റിംഗ് ഒന്ന് പഠിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടും വളരെ നല്ല ഉപകാരമുള്ള ക്ലാസ്സായിരുന്നു. വളരെ നല്ല രീതിയിൽ മനസ്സിലാകുന്ന രൂപത്തിൽ അൽഹംദുലില്ലാഹ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നിങ്ങളിപ്പോ കണ്ടത് നമ്മുടെ സ്റ്റുഡൻസ് പഠിച്ചു കഴിഞ്ഞ അവരുടെ ഫീഡ്ബാക്കിന്റെ വീഡിയോസ് ആണ്. ഇപ്പോൾ നിലവിൽ എഡ്യൂഫിക്സ് അക്കാദമിയുടെ കീഴിൽ 2 ബാച്ച് വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏകദേശം 180ഓളം വിദ്യാർത്ഥികൾ ഈ ഒരു ആപ്ലിക്കേഷൻസ്, ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മുടെ കോഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇനി നിലവിൽ 3ാമത്തെ ബാച്ചിനേക്കുള്ള അഡ്മിഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു വെബിനാർ കയ്യലോടുകൂടെ നമ്മൾ അഡ്മിഷൻ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു വെബിനാറിൽ 2000-ലധികം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ 2000-ലധികം ആളുകളെയും നമ്മൾ നമ്മുടെ ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവും. കാരണം നമ്മൾ പേഴ്സണൽ ട്രെയിനറെയും ഇതൊക്കെ വെച്ചുകൊണ്ട് ഫുൾ ടൈം സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റിനനുസരിച്ച് സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2000-ലധികം ആളുകളിൽ നിന്ന് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 ആളുകൾക്ക് മാത്രമായിരിക്കും നമ്മുടെ കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വളരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന്റെ കുറച്ച് ഫീഡ്ബാക്ക് കൂടെ കേട്ടുവരാം. പ്രധാനമായിട്ടും ഈ ദിവസത്തെ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ക്ലാസ് വളരെ സുപ്രധാനമായിട്ടും ഒരുപാട് പുതിയ എഡിറ്റിംഗ് കരിയറിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി എത്തുന്ന ഒരുപാട് ആളുകൾക്ക് വളരെ രീതിയിൽ ഉപയോഗപ്രദവും പ്രയോജനപ്രദവുമായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നമ്മുടെ ഈ 7 ദിവസത്തെ വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ
സ്റ്റാറ്റസും മറ്റുമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഒരു സ്റ്റാറ്റസ് രൂപത്തിലാക്കാൻ നമുക്ക് കഴിയുന്ന രൂപത്തിലാണ് നമ്മുടെ ഈ 7 ദിവസത്തെ ഈ വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഓരോ ആപ്പിലൂടെ ചെല്ലുമ്പോഴും അതിൽ ആഴ്ന്നിറങ്ങി അതിൽ ഓരോ കാര്യവും വിട്ടുപോകാതെ പറഞ്ഞ് പരിചയപ്പെടുത്തി ഇത് ഇന്നതിനാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഇന്നതിന് ഉപയോഗിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ പെർഫെക്റ്റായി ക്ലാസ് എടുത്തു. കേട്ടില്ലേ? അതായത് നമ്മുടെ കോഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് ആണ് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളത്. അവർ ഇത്രയും ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും പഠിക്കാം വീഡിയോ എഡിറ്റിംഗ്. താല്പര്യമുള്ള ആളുകൾ വളരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യൂ കേട്ടോ. നമ്മൾ ഈ ഒരു വെബിനാറിൽ എന്താണ് വീഡിയോ എഡിറ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. വീഡിയോ എഡിറ്റിങ്ങിന്റെ 7 പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചാലുള്ള പോസിബിലിറ്റീസ് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഹൗ ടു ലേൺ, എങ്ങനെ നമുക്കത് പഠിക്കാമെന്ന് കൂടെ നമ്മൾ പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു അതിന് നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ്, പഠിക്കാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് എഡ്യൂഫിക്സ് അക്കാഡമിയുടെ 7 days വീഡിയോ എഡിറ്റിംഗ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് ഭാവി ആശംസിച്ചുകൊണ്ട് താല്പര്യപ്പെടുന്ന ആളുകൾ, കോഴ്സിന് താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.